സ്നേഹം വന്നു കയറി അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും സായി വൈകാരികമായി തകർന്നുപോയി. മാത്രമല്ല, താൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ഓമനിച്ചു വളർത്തുകയും ചെയ്ത തൻ്റെ നായ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളത് സായിയുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. ഒരു കൂടപ്പുറപ്പ് മരിച്ചു പോയാൽ, അല്ലെങ്കിൽ അപ്പനോ അമ്മയോ കുഞ്ഞുങ്ങളോ മരിച്ചു പോയാൽ എങ്ങനെയായിരിക്കുമോ ഒരു വ്യക്തിയുടെ മാനസിക നില, ആ അവസ്ഥയിലേക്ക് പെട്ടെന്ന് സായി മാറ്റപ്പെട്ടു. കുറച്ച് ടൈം എടുത്തു അതിനകത്തൊന്ന് മടങ്ങി വരുവാൻ. ആ സമയത്ത് കൂനിൽമേൽ കുരു എന്ന പോലെ പ്ലാസ്മ ടിവിയിൽ അപ്പന്റെ മുഖം പ്രത്യക്ഷപ്പെട്ടു. അപ്രതീക്ഷിതമായി ടെലിവിഷൻ സ്ക്രീനിൽ അപ്പനെ കണ്ടപ്പോഴേക്കും സായി പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു. കാരണം സായിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഒരിക്കലും താൻ കാണാൻ ആഗ്രഹിക്കാത്തൊരു മുഖമാണ് സ്വന്തം അപ്പന്റെ മുഖം. പക്ഷേ അപ്പനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള രീതിയിൽ വളരെ ഫ്രീ ആയിട്ടാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. കണ്ണൻ വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ട്, എല്ലാ എപ്പിസോഡുകളും ഞാൻ കാണുന്നുണ്ട്. കണ്ണൻ മാത്രമല്ല, അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സായിയോട് എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയുവാനുള്ളത്, നന്നായി കളിച്ചതിന് ശേഷം ആ കപ്പെടുത്ത് മലപ്പുറത്തേക്ക് വന്നേക്കണം. നീ എന്തിനാണ് വിഷമിച്ചു നിൽക്കുന്നത്? അങ്ങനെ വിഷമിച്ചു നിൽക്കേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ലല്ലോ. നമ്മൾ തമ്മിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. ഞാൻ വളരെ സന്തോഷവാനാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നതും സന്തോഷത്തോടു കൂടി തന്നെയാണ്. നമ്മൾ തമ്മിൽ ഒരു പ്രോബ്ലവുമില്ല. പക്ഷേ നിന്റെ മുഖത്ത് യാതൊരു ഹാപ്പിനെസ്സും കാണുന്നില്ല. ഉടനെ സായി പറയുകയാണ്, ഇല്ല, ഒരു പ്രശ്നവുമില്ല, ഞാൻ പുറത്തു വന്നതിന് ശേഷം നമുക്ക് ആ വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാം. അച്ഛൻ പറയുന്നു, അതങ്ങനെ തന്നെയുള്ളൂ, എല്ലാ കാര്യങ്ങളും പുറത്തു വന്നതിന് ശേഷം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് വറിയാകേണ്ട ആവശ്യമില്ല. നീ നിന്റെ ഗെയിമിൽ മാത്രം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. മലപ്പുറംകാർ നിന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. മലപ്പുറത്തിന്റെ വാഗ്ദാനമായി മാറേണ്ട ഒരു വ്യക്തിയാണ് നീ. എല്ലാ കാര്യങ്ങളും മലപ്പുറം മുൻപിലാണ്. അതുകൊണ്ട് ഈ കപ്പ് മലപ്പുറത്തുകാർക്ക് നീ സമ്മാനിക്കുക. നിന്നോട് എനിക്ക് വീണ്ടും പറയുവാനുള്ളത്, നീ വിഷമിക്കാതെ നിൽക്ക്. നീ വിഷമിക്കുമ്പോഴല്ലേ നമുക്കൊക്കെ വിഷമം ഉണ്ടാകുന്നത്. മറ്റുള്ളവരുടെ മാതാപിതാക്കളൊക്കെ വരുന്ന സമയത്ത് അവർക്കൊക്കെ എത്രമാത്രം സന്തോഷമാണുള്ളത്. നിനക്ക് മാത്രം ആ ഒരു സന്തോഷം കാണാനില്ലല്ലോ. അതുകൊണ്ട് എല്ലാ ടെൻഷനും എടുത്ത് കളഞ്ഞ് ഫ്രീ ആയിട്ട് നിൽക്കുക. സായി ഉടൻ തന്നെ പറയുകയാണ്, ടെൻഷൻ അല്ലച്ചാ, മറ്റുള്ളവരുടെ പാരൻസിനോടൊക്കെ അവരവർ ഇടപഴകുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഗിൽറ്റ് ഫീൽ ചെയ്യാറുണ്ട്. കുറ്റബോധത്തിലാണ് ഞാൻ. എനിക്ക് അതിൻ്റെതായിട്ടുള്ള ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ട്. കാരണം ഞാൻ അങ്ങനെ ആയിരുന്നില്ല അച്ഛനോടും അമ്മയോടും ഒന്നും. അതൊക്കെ അച്ഛൻ അറിയാവുന്ന കേസ് തന്നെയാണ്. കുറച്ച് നാളുകളായിട്ട് ഞാൻ നിങ്ങളോടൊന്നും അങ്ങനെ ആയിരുന്നില്ല. അച്ഛൻ പറയുകയാണ്, നീ അതിനെയൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. രക്ഷിതാക്കളാകുമ്പോൾ മക്കളുടെ വിഷമം കാണാനും വിഷമിക്കുന്ന മക്കളോട് ചേർന്ന് അവർ വിഷമിക്കാനും അതൊക്കെയാണ് പേരൻസിന്റെ കടമ എന്നുള്ളത്. അതുകൊണ്ട് പ്രത്യേകമായ ദേഷ്യമോ വിഷമോ ഒന്നും എനിക്കില്ല. ഞാൻ എൻ്റെ മകനായിട്ട് തന്നെയല്ലേ നിന്നെ കാണുന്നത്. അന്നും ഇന്നും എല്ലാം ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്ന ആൾ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഒരു വീടാകുമ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടാകും, അതിനകത്ത് പല കാര്യങ്ങൾ സംസാരിച്ചു എന്ന് വരും. അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. അവനവന്റെ മുൻപിലുള്ള ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തെ മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങുക. അതുകൊണ്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ സായി പിന്നെയും അപ്പനോട് പറയുകയാണ്, അച്ഛാ, എനിക്ക് ഇത് ഒരു ഗെയിം മാത്രമല്ല, ഇതിനെ ഞാൻ ഒരു കളിയായിട്ട് മാത്രമല്ല കാണുന്നത്. നാളെ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് എനിക്ക് അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കേണ്ടതാണ്, ഇടപഴകേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി ഞാൻ ഇവിടെ നിന്ന് തുറന്നു പറയുവാൻ തയ്യാറായത്. അച്ഛൻ്റെ കണ്ണനായിട്ടും സായി കൃഷ്ണനായിട്ടും ജീവിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അച്ഛനോട് ഞാൻ പലപ്പോഴും അതാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്, പക്ഷേ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അച്ഛൻ പറയുകയാണ്, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അച്ഛനോട് നിങ്ങളാരും ഒരു കാര്യവും തുറന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അച്ഛനെ വിളിക്കുന്ന ഒരാളായിട്ട് മാറി നീ. തായി പറയുന്നു, അത് തന്നെയാണ് എൻ്റെയും പ്രശ്നം. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഞാൻ അച്ഛനെ വിളിച്ചിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റും അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അച്ഛനോട് സോറി ചോദിക്കുകയാണ്. ഐ ആം സോറി. അച്ഛനപ്പോൾ പറയുകയാണ്, അതൊന്നും നീ ഒരു വിഷമമായിട്ട് എടുക്കുകയേ വേണ്ട. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോം അത് മാത്രം നീ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി മാത്രം നീ മുൻപോട്ട് നീങ്ങ്. എല്ലാ മത്സരാർത്ഥികളും അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്. ഞാനിവിടെ ലൈവിൽ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ നിന്റെ അമ്മ പറഞ്ഞിരുന്നു, കണ്ണനോട് വിഷമിക്കരുത് എന്ന് പറയണമെന്ന്. കാരണം കണ്ണൻ വിഷമിച്ചിരിക്കുന്നത് അവൾക്ക് കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവുമില്ല നിന്നോട്. നിനക്ക് ഞാൻ 100% സപ്പോർട്ട് നൽകുകയാണ്. നീ എൻ്റെ കണ്ണൻ തന്നെയാണ് എന്ന രീതിയിലാണ് അപ്പൻ പറഞ്ഞു നിർത്തിയത്. ഇതെല്ലാം കേട്ടിരുന്നതിന് ശേഷം ഒടുവിൽ സായി പറഞ്ഞ ഒരു ഡയലോഗ് ഇങ്ങനെയായിരുന്നു, എല്ലാം പുറത്തു വന്നതിന് ശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞത് കേട്ടില്ലേ? അതിനകത്തൊരു ഭീഷണി ഉണ്ടല്ലോ ഒന്ന്. തീർന്നില്ല, അടുത്ത വാക്കിൽ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, അയാൾക്കിതൊന്നും ഏൽക്കില്ല. അയാൾ അത്ര കൂളായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. സത്യത്തിൽ ഇതൊക്കെ കേട്ടിട്ട് നമ്മളിങ്ങനെ അമ്പരന്നിരിക്കുകയാണ്. എന്താണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് എന്നറിയാതെ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്.